പൈസ ആവശ്യം വന്നത് ഈ ടിഷ്യൂ പേപ്പർ മേടിക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. ബോട്ടിൽ വർക്ക് ചെയ്തപ്പം ക്ലേ വെച്ചിട്ട് ഓരോ ഡിസൈൻ അവർ പറയുന്ന കണക്ക് ബർത്ത്ഡേ ഫംഗ്ഷന്, വാലന്റൈൻസ് ഡേ വരുമ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ അതിന് നല്ല ട്രെൻഡായിട്ട് അങ്ങനെ കുറെ അങ്ങനെ ചെയ്തു വന്ന് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഒരു ആർട്ട് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു ആ സമയത്ത് സമയം പോകാൻ എന്നുള്ള രീതിക്കായിരുന്നു ചെയ്തു തുടങ്ങി. പിന്നെ അത് എന്തുകൊണ്ട് ബിസിനസ് ആക്കി കൂടാന്ന് ജസ്റ്റ് ഒരു ഐഡിയ തോന്നി. അങ്ങനെ ആണ് ബിസിനസ് ഇൻസ്റ്റയിൽ അക്കൗണ്ടൊക്കെ എടുത്ത് ചെയ്തു തുടങ്ങി. പിന്നെ ചേട്ടനും അമ്മയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചേട്ടനായിരുന്നു കുപ്പിയൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇവിടുന്നും എല്ലായിടത്തുനിന്നും ഓരോ സ്ഥലത്തും ഈ അന്ന് കൊറോണ സമയം കൂടി ആയതുകൊണ്ട് ഈ ബോട്ടിലൊക്കെ അവിടുന്ന് ഈ വേസ്റ്റിനൊക്കെ ബോട്ടിലുണ്ട്. പാവം ചേട്ടൻ കൊണ്ടുവന്ന് സ്കൂട്ടിയിലാണ് സൈക്കിളിലൊക്കെ പോയി അതിനെ ഇട്ടുകൊണ്ടിരുന്നേ. അപ്പോഴത്തേക്കും അന്ന് പിന്നെ ടിഷ്യൂ പേപ്പർ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരുപാട് പൈസ മുടക്കിയിട്ടില്ല. എന്നാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ക്ലേ ഒക്കെ വെച്ചാൽ ചെയ്തോണ്ടിരുന്നേ. പിന്നെ ഓരോ സമയം യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയും ഒരുപാട് ബോട്ടിൽ വർക്ക് ചെയ്ത്. എന്നാൽ ആ സമയത്ത് ഒരുപാട് കച്ചവടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ആ സമയത്തെല്ലാം അങ്ങനെ കുറെ ഇപ്പൊ ചെയ്യാറില്ല. കാരണം ഇപ്പൊ അതിന്റെ ട്രെൻഡ് മാറി. അപ്പൊ ആ ടൈമില് ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരുന്നു ബോട്ടിൽ വിറ്റാൻ. അപ്പൊ എനിക്കായിട്ട് എന്റെ കാര്യം നോക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പിന്നെ അമ്മയെ സഹായിക്കും. പിന്നെ അമ്മയെ ഞാൻ സഹായിച്ചു തുടങ്ങി. അമ്മയെ ആദ്യമേ ചെയ്യുന്നത്. പിന്നെ ഒരു ഐഡിയാസ് ഇട്ട് തുടങ്ങി. അങ്ങനെ ബോട്ടിൽ വർക്ക് ആ ഒരു സമയത്ത് നല്ല ട്രെൻഡായിട്ട് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ തുടക്ക ടൈമില് അങ്ങനെ സക്സസ് ആയിട്ടില്ല. എന്നാൽ ഒരുപാട് ശ്രമിച്ച് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. ഇപ്പം ബോട്ടിൽ വർക്കിന്റെ ട്രെൻഡ് കഴിഞ്ഞതോടെ അതും പോയി. എന്റെ കയ്യിരിക്കുന്ന പൈസ എല്ലാം ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കണമെന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ അച്ഛനില്ലാത്ത സമയത്ത് എനിക്കൊട്ടും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. ആ ടൈമിൽ എനിക്ക് നല്ലപോലെ എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും എല്ലാം മണിക്ക് ആവശ്യമുള്ളപ്പോൾ എൻ്റെ തന്നെ എടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ക്രാഫ്റ്റ് അമ്മയെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ക്രാഫ്റ്റിന്റെ വർക്കാണ് തന്നെ ജ്വല്ലറി മേക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതത്ര സക്സസ് ആയിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു കഴിഞ്ഞ മാസം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് സക്സസ് ആവണമെന്ന് ഒരുപാടുണ്ട്. ഇത് ഞാനും അച്ഛനെ ചേച്ചി സംസാരിച്ചതേ ഉള്ളൂ അതിനെ പറ്റി. സക്സസ് ആയിട്ടില്ല. ഒരുപാട് പൈസ മുടക്കി. അതും എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഈ ബോട്ടിൽ വർക്ക് സക്സസ് ആയതുപോലെ തന്നെ ഇതും സക്സസ് ആകുമെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ മുടക്കി. പക്ഷേ അത് ഇതുവരെ സക്സസ് ആയില്ല. ഒരുപാടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഞാൻ എമൗണ്ട് കാരണം എടുത്ത് ചാടിയതാണ്. അത് ബോട്ടിൽ വർക്ക് സക്സസ് ആയതുപോലെ ഇതും പെട്ടെന്ന് സക്സസ് ആവും. അതിനു വേണ്ടി ഞാൻ അത്ര ഇത് എഫോർട്ട് ഇട്ടിട്ടില്ല. എന്നാൽ ബോട്ടിൽ വർക്കിന് അതിനനുസരിച്ച് എഫോർട്ട് വന്നിട്ടുണ്ട്. അതിന് നല്ലപോലെ ഇട്ടതുപോലെ ഇതിന് ഇട്ടിട്ടുമില്ല. പക്ഷെ മണി ഒരുപാട് ചെലവാക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്തു. പക്ഷെ എന്നാൽ ഓർഡർ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് മേടിക്കുകയാണ് ചെയ്തത്. അഭിജിത്ത് മേടിച്ചായിരുന്നു. അവര് മൂന്ന് മേടിച്ച് ക്രിസ്മസ് ചേട്ടാനൊക്കെ ജസ്റ്റ് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്ക് അതെന്നാൽ അത് ഒരുപാട് സങ്കടമുണ്ട്. കാരണം പെട്ടെന്നില്ല എടുത്ത് ചാടിയത് കൊണ്ടാണ് അത്രയും മണി എനിക്ക് നഷ്ടമായി. കാരണം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന എല്ലാ പൈസ എടുത്ത് മേടിക്കുകയും ചെയ്ത്. എൻ്റെ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പം കോളേജിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് പോലും എടുക്കാൻ ഇപ്പം അച്ഛൻ്റെ അടുത്ത് നോക്കുമ്പോൾ അച്ഛൻ്റെ ദേഷ്യം എടുക്കും. ഒരു പൈസ അങ്ങനെ ഭയങ്കരമായിട്ടില്ല. ഇപ്പൊ ഒരാവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ കുറ്റബോധമുണ്ട്. ഇപ്പൊ അത്ര എടുത്ത് ചെലവാക്കണ്ടായിരുന്നു. എന്നാൽ ഈ ബോട്ടിൽ വർക്കിനാണെങ്കിൽ അത്ര പൈസ വേണ്ടായിരുന്നു. എനിക്ക് വേസ്റ്റ് അങ്ങനെ ഞാൻ ചിരട്ട വെച്ച് തന്നെ ബോട്ടിൽ വർക്ക് ഒട്ടിച്ച് വിറ്റിട്ടുണ്ട്. ചിരട്ട പൊട്ടിച്ച് അതിലൊട്ടിച്ച് അങ്ങനെ നല്ല രീതിക്ക് അതൊക്കെ സെയിലായിരുന്നു. പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. കാരണം ബിസിനസ് തുടങ്ങിയപ്പം എടുത്ത് ചാടിയതാണ് പ്രശ്നമായിപ്പോയത്. ഇതുപോലെ സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അന്ന് ആ ടൈമിൽ എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ എനിക്ക് കഴിഞ്ഞ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് ഇൻസ്റ്റയിലൂടെ തന്നെ ബോട്ടിൽ വർക്കിന് ഇഷ്ടംപോലെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഇട്ടത് കൊണ്ടാണ് അന്ന്. പിന്നെ ചേട്ടൻ നല്ല സപ്പോർട്ടായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് പോയി. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ജ്വല്ലറി മേക്കിംഗ് ഞാൻ എത്ര എഫോർട്ട് ഇടുന്നില്ല, അത് സത്യമാണ്.
കാരണം ഈ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നല്ല ടൈമാവും, അത് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ വീണ്ടും അടുത്ത ടൈമാവും, പഠിക്കുന്ന സമയവും എല്ലാം നഷ്ടമാകത്തില്ല. അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി ഇട്ടായിരുന്നു. അതിനും ഇവരൊക്കെ തന്നെ മേടിച്ചത്, വേറെ ആരും വെളിയിലോട്ട് അറിയുന്നില്ല. അതൊക്കെ ഇന്ന് മനസ്സിച്ചിട്ടും ഞാൻ പറഞ്ഞു. പിന്നെ ബോട്ടിൽ വർക്ക് പിന്നെ ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. എനിക്ക് ആകെ പൈസ ആവശ്യം വന്നത് ഈ ടിഷ്യൂ പേപ്പർ മേടിക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു ബോട്ടിൽ വർക്ക് ചെയ്തപ്പോൾ. ക്ലേ വെച്ചിട്ട് ഓരോ ഡിസൈൻ അവർ പറയുന്ന കണക്ക് ബർത്ത്ഡേ ഫംഗ്ഷന്, വാലന്റൈൻസ് ഡേ വരുന്ന അങ്ങനെ ആ സമയത്തൊക്കെ അതിന് നല്ല ട്രെൻഡായിട്ട് അങ്ങനെ കുറെ പോയിട്ടുണ്ട്. അപ്പം കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. നല്ലോണം എന്തായാലും വർക്കായി സക്സസ് ആയിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കാരണം അത് ഇപ്പൊ മഴക്കാലം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പൈസ കൈവിട്ട് പോയത്. സക്സസ് ആവുമെന്ന് തന്നെ കഴിയും.